നമസ്കാരം. എരുമേലിയിലെ കൊടിത്തോട്ടത്തിന് സമീപം പുലി ഇറങ്ങിയതായി ദൃക്സാക്ഷി. രാവിലെ റബ്ബർ ടാപ്പിങ്ങിനായി ഇറങ്ങിയ സജി എന്ന വ്യക്തിയാണ് പുലിയെ ഇവിടെ കണ്ടെത്തിയത്. ഇത് പുള്ളിപ്പുലിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പേര് സജി. ഞാൻ മൂന്നാമത്തെ ആറ്റോടത്ത് നിന്ന് വെട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് ഇവിടെ സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ലൈറ്റ് വെട്ടം നോക്കിയപ്പോൾ ഇതിൻ്റെ കണ്ണ് കണ്ടു. അപ്പം ഇത് എന്നെ കണ്ടുകൊണ്ട് ഈ ലൈറ്റ് വെട്ടം കണ്ടുകൊണ്ട് തിരിച്ചപ്പോഴാണ് ഇതിനെ ഫുള്ള് വെട്ടം, ഇതിൻ്റെ വാലും ഇടവും എല്ലാം കണ്ടു. പുള്ളിയുണ്ട്, വാലിനും ദേഹത്ത് മൊത്തം പുള്ളിയാണ്. അങ്ങനെ ഓർണം ഇതിലെ വഴി നേരെ അങ്ങോട്ട് പോയി ആ കടലിൻ്റെ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒരു വരും വരെ നോക്കിയിരുന്നു പോകുന്നത്, അതെല്ലാം ഞാൻ നോക്കിയിരുന്നു. പക്ഷേ ആ പടലിൻ്റെ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ വെട്ടി താഴോട്ട് വന്നപ്പോഴാണ് ഈ കോഴിയെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് തിന്നുമായിരുന്നു. ഉദ്ദേശം സമയം എത്ര മണിയായി കാണും? ഉദ്ദേശം സമയം ഏകദേശം സമയം 5:30. ഈ പുള്ളിപ്പുലി തന്നെയാണോ അതോ? പുലി തന്നെ, പുള്ളിപ്പുലി തന്നെ. നല്ല നീളമുണ്ട്. എന്തായാലും വലുപ്പം ഉദ്ദേശം കാണും? ഒരു എന്താ നമ്മളെ ഒരു 2 കൈയോളം, ഇത് നമ്മളിങ്ങനെ 2 കൈയോളം ഉദ്ദേശം കാണും. എന്നേ ഉള്ളൂ. ചിലപ്പോൾ അത് കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. പുലി തന്നെയാണ്. രാവിലെ 5:30 ടാപ്പിംഗ് നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ പുലി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. പുലി ഒരു കോഴിയെ കൊന്നു തിന്നുകയായിരുന്നു എന്നാണ് സജി പറയുന്നത്. പുലി കൊന്നു തിന്ന കോഴിയുടെ അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മേഖലയിലെ ജനങ്ങളൊക്കെ തന്നെ ആകെ ഭീതിയിലാഴ്ത്തുന്നതാണ് ഈ ഒരു സംഭവം. പ്രധാനമായും കാർഷിക മേഖലയായ ഇവിടെ റബ്ബർ ടാപ്പിങ്ങിനും മറ്റുമായി അതിരാവിലെ പുറത്തിറങ്ങുന്ന കർഷകർ ഇത്തരത്തിലുള്ള ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ ഭയക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നേരത്തെ വയനാട് ജില്ലയിൽ നമ്മൾ കണ്ടതാണ് അവിടെ കടുവ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടത്. ഏതായാലും എരുമേലി കൊടിത്തോട്ടത്തിലെ ഈ സജി എന്ന കർഷകൻ ഏതായാലും പുലിയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ടത്. പെട്ടെന്ന് ഈ പ്രകാശം കണ്ട് ഹെഡ്ലൈറ്റിൻ്റെ തലയിൽ വെച്ചിരുന്ന ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കണ്ട് പുലി പെട്ടെന്ന് മാറി നടക്കുകയായിരുന്നു എന്നാണ് സജി പറയുന്നത്. ഏതായാലും കൊടിത്തോട്ടത്തിലെ ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ വന്യമൃഗങ്ങളെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തുന്നത്.